ഇനി നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നാൽ നമ്മൾ ആ പ്രശ്നത്തോട് പറയേണ്ടത് താങ്ക് യു സ്ട്രഗിൾ, ഐ സീ ദ ഗിഫ്റ്റ് ഇൻസൈഡ് യു. നിന്റെ ഉള്ളിൽ ഞാൻ ഒരു ഗിഫ്റ്റ് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും മനോഹരമായ സമ്മാനങ്ങൾ എന്താണെന്ന് അറിയാമോ? അത് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളാണ്. പ്രശ്നങ്ങൾ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് വളർച്ചയുണ്ടാവില്ല. പ്രശ്നങ്ങൾ വരുന്നത് നമ്മളെ കൂടുതൽ കരുത്തരാക്കാൻ വേണ്ടിയാണ്, നമ്മുടെ ക്യാരക്ടറിനെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മൾക്ക് ശക്തി ഉണ്ടാവാൻ വേണ്ടി. ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരാൾ ജീവിതത്തിൽ അയാൾ ഇന്നുവരെ ഒരു പ്രശ്നങ്ങളും അനുഭവിച്ചിട്ടില്ല. അയാൾ ഒരു ശക്തിയില്ലാത്ത, പവർ ഇല്ലാത്ത ഒരാളായിട്ടിരിക്കും. നോക്കൂ, വിജയിച്ച അല്ലെങ്കിൽ കരുത്തരായിട്ടുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സ്, അതല്ലെങ്കിൽ ബിസിനസ് ലീഡേഴ്സ്, ആരെ വേണമെങ്കിലും നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ. അവരെല്ലാവരും അതിനേക്കാളും വലിയ വലിയ പ്രശ്നങ്ങളെ ഓവർകം ചെയ്ത് വന്ന ആളുകളാണ്. സോ പ്രശ്നങ്ങളിൽ മാത്രമാണ് നമ്മൾക്ക് വളർച്ചാ സാധ്യതയുള്ളത്. ഒരു കുഞ്ഞ് എണീറ്റ് ഉടനെ തന്നെ അവന് നടക്കാൻ തുടങ്ങുകയാണെങ്കിൽ അവന് കാലിന് ബലമുണ്ടാവില്ല. അവൻ എണീക്കുന്നു, വീഴുന്നു, എണീക്കുന്നു, വീഴുന്നു. അവൻ എന്ത് ചെയ്യുന്നു? നടക്കാൻ ശ്രമിക്കുന്നു, വീഴുന്നു. അത് അവന്റെ ഒരു പ്രോസസ്സാണ്, അതൊരു പ്രശ്നങ്ങളാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളെ കുഞ്ഞ് വീഴാൻ നമ്മൾ അനുവദിക്കില്ല. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നടത്താൻ നമ്മൾ കൈപിടിച്ചതിന്റെ തുടക്കത്തിൽ തന്നെ നടത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവൻ നടക്കില്ല. ജീവിതത്തിൽ അവൻ ഒറ്റയ്ക്ക് നടക്കാൻ പറ്റില്ല. പ്രശ്നങ്ങൾ നമ്മളെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളെയും ഭംഗിയായിട്ട് നേരിടാൻ സഹായിക്കാൻ വേണ്ടി നമ്മളെ ശക്തരാക്കാനാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നത്. ആ പ്രശ്നങ്ങളെ ഒരു സമ്മാനമായി സ്വീകരിക്കുക. പ്രശ്നങ്ങളിൽ നിന്നും പേടിച്ചോടേണ്ടതില്ല, അതിൽ നിന്നും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. പ്രശ്നങ്ങളെ പോസിറ്റീവായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. എന്തൊക്കെ പറഞ്ഞാലും പ്രശ്നങ്ങൾ നമുക്ക് പെയിൻ ഉണ്ടാക്കുന്നുണ്ട്. ആ പെയിനിനെ നമ്മൾ എന്ത് ചെയ്യണം? പവറിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ആദ്യം നമ്മൾ അതിനെ റെക്കഗ്നൈസ് ചെയ്യണം. എനിക്കൊരു പെയിൻ ഉണ്ട് എന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്യണം. എന്നിട്ട് അതിനെ ആക്സെപ്റ്റ് ചെയ്യണം, അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കണം. ഈ പ്രശ്നം വന്നിരിക്കുന്നത് എന്നെ ശക്തനാക്കാൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കണം. മൂന്നാമതായി, അതിൽ നിന്ന് എന്താണ് എനിക്ക് പഠിക്കാനുള്ളത് എന്ന് നമ്മൾ എൻകറേജ് ചെയ്യണം. അതുപോലെ തന്നെ നാലാമതായി നമ്മൾ ചെയ്യേണ്ടത് നർച്ചറിങ്. അതായത് ഈ പ്രശ്നത്തിൽ നിന്നും നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ നിന്നും നമ്മളുടെ ഇന്നർ സ്ട്രെങ്തിനെ നമ്മൾ എന്ത് ചെയ്യണം? വളർത്തണം. ഇനി നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നാൽ നമ്മൾ ആ പ്രശ്നത്തോട് പറയേണ്ടത് താങ്ക് യു സ്ട്രഗിൾ, ഐ സീ ദ ഗിഫ്റ്റ് ഇൻസൈഡ് യു. നിന്റെ ഉള്ളിൽ ഞാൻ ഒരു ഗിഫ്റ്റ് കാണുന്നുണ്ട്. താങ്ക് യു.